കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിൽ വലിയ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ വലിയൊരു അപകടമാണ് സംഭവിച്ചത്. നിരവധി പേര് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയാണ്. നമ്മളിപ്പോൾ കുറ്റിപ്പുറം അമാന ആശുപത്രിയിലാണ് ഉള്ളത്. 2 കുട്ടികൾ ഇവിടെ ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എവിടുന്നായിരുന്നു ബസ് കയറി? ബസ് വളാഞ്ചേരി. എങ്ങോട്ടാണ് പോകുന്നത്? എടപ്പാള്. വേറെ ആരെ കൂടെ ഉണ്ടായിരുന്നു? എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. പേരെന്താ? നൗറി, ഫാത്തിമ നൗറി. വളാഞ്ചേരി കയറിയല്ലേ? അതെ. ബസ് നല്ല സ്പീഡിലായിരുന്നു? ബസ് അത്യാവശ്യം സ്പീഡിലായിരുന്നു. മഴ ഉണ്ടായിരുന്നു അപ്പോൾ? നല്ല പേര് മഴയായിരുന്നു, നല്ല സ്പീഡിലായിരുന്നു. ഏത് സീറ്റിലെ മുന്നിലായിരുന്നു? അതെ, ഡ്രൈവറിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ. ഓപ്പോസിറ്റുള്ള സീറ്റിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ബസ്സിന്റെ കൺട്രോൾ നല്ല സ്പീഡിലായിരുന്നു. പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് കൺട്രോൾ പോയതാണെന്ന് തോന്നുന്നു. മേബി ബസ് തിരിഞ്ഞപ്പോൾ തെറിച്ച് വീഴുക ചെയ്തത്. ഗ്ലാസ്സിലൂടെ, ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിലൂടെ ഞാൻ സിസ്റ്ററും തെറിച്ച് വീണു. പുറത്തേക്ക് വീണു. എണീച്ച ടൈമിൽ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇഞ്ചിൻ ഓയിലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിസ്റ്ററെ വിളിച്ചിട്ട് സിസ്റ്റർ ഫുള്ള് ബ്ലഡ് കുളിച്ചെടുക്കായിരുന്നു. അവിടെ ഒരു ഉണ്ണി അങ്ങോട്ടും ഇല്ലാണ്ട് കിടക്കണ്ടായിരുന്നു. ആ ഉണ്ണിനെ എടുത്തിട്ട് ഞാൻ ഒരു കകനെ ഏൽപ്പിച്ച്. പിന്നെ ഈ സിസ്റ്റർ ഫുള്ള് ബ്ലഡ് വെച്ച് അവൾക്ക് ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് കൊണ്ടുവച്ചു. ആ സമയത്ത് തന്നെ ആളുകളൊക്കെ വന്നിരുന്നു. കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഹൈവേ അല്ലേ, പോണ വണ്ടികളൊക്കെ നിർത്തിയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി. ഒരു എർത്തികയിലാണ് ഇവിടെ ആക്കിയിട്ട് ഒരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ 2 ആൾക്കാർ, പിന്നെ വേറൊരു താത്തുണ്ടായിരുന്നു തോന്നുന്നു. അതൊക്കെ സീരിയസ് ആയിട്ട് പുറത്ത് കൊണ്ടുപോയിക്കണം തോന്നുന്നു. ഉള്ളിലായിരുന്നു. വണ്ടി ചെറുക്കായിട്ട് പെട്ടെന്ന് മറിയുക ചെയ്തത്. ആ മറയുന്നതിന്റെ ഇടക്കാണ് ഞാൻ സിസ്റ്ററെ തെറിച്ചത്. എടപ്പാള്. അതെ. അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഡിവൈഡറിന്റെ മുകളിൽ കൂടെ കയറുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അവൾ എന്നെ എണീപ്പിക്കായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് കണ്ണുറക്കണം. വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ല മഴ ഉണ്ടായിരുന്നു. ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിവൈഡറിന്റെ മുകളിൽ കൂടെ കയറുന്ന കണ്ടു. ബാലൻസ് ഇല്ലാണ്ട് വണ്ടി പോകണമെന്ന് മനസ്സിലായി. ഡിവൈഡറിന്റെ മുകളിൽ കൂടെ കയറുന്ന കണ്ടു. പിന്നെ നൗറി എണീപ്പിച്ചു. പിന്നെ ഇവിടുന്ന് കണ്ണുറക്കണം. വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ വന്നിട്ട് ഇന്നെ അവളെയും കാറിൽ കയറ്റണ ഓർമ്മയുണ്ട്. പിന്നെ ഇവിടുന്ന് ഞാൻ കണ്ണുറക്കണം. വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഇവിടെ ആശുപത്രിയിൽ 5 പേരെയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിൽ 2 പേര് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഇവർ 2 പേരും അവരുടെ സഹോദരികളാണ്. അവർ വളാഞ്ചേരിയിൽ നിന്നാണ് ബസ് കയറിയത് എന്നുള്ളതാണ്. ഏതായാലും ഇതിലിപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. 3 പേർ ഗുരുതരമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. ആശുപത്രിയിൽ പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നൊരു സാഹചര്യമുണ്ട്. വലിയൊരു അപകടം തന്നെയാണ് ഇന്നിപ്പോൾ കുറ്റിപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. കുറ്റിപ്പുറത്ത് നിന്ന് അനുരൂപിച്ചുകൊണ്ടിരുന്നപ്പോൾ ജംഷീർ കുടിഞ്ഞി, മീഡിയ 1.